പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും സ്തുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അവസാനം കേട്ട സാക്ഷ്യം ആലിസ് ടൂമിൻ്റെ സാക്ഷ്യം. അതിലൊരു വരിയാണ് ഞാൻ എൻ്റെ മനസ്സിൽ വളരെ ശക്തമായ രീതിയിൽ സ്പർശിച്ചത്. അവർ പറഞ്ഞത് ഉടമ്പടി നേരത്തെ എടുക്കേണ്ടതായിരുന്നു. എന്താ കാര്യം? അവരങ്ങനെ പറയാൻ കാര്യം എന്താ? ഉടമ്പടി എടുത്ത് ദൈവവുമായിട്ട് നമ്മളെ വാഗ്ദാനത്തിൽ ഒരു ബന്ധമായി കഴിഞ്ഞപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് കുറേ നിറവുകൾ നൽകിയായിരുന്നു, അല്ലേ? അതിലൊന്ന് പറയണം, നീ അനാഥാലയം തിരക്കി പോകണ്ട, നിൻ്റെ അപ്പനും അമ്മയും നിൻ്റെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും നിൻ്റെ ശുശ്രൂഷ ആഗ്രഹിച്ച് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് അപ്പനും അമ്മയെ ശുശ്രൂഷിക്കാൻ ഒരു മനസ്സ് കൊടുത്ത്, അല്ലേ? സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ ഒരു മനസ്സ് കൊടുത്തു. സ്നേഹത്തോടെയാണ് ശുശ്രൂഷിക്കേണ്ടത്. അതാണ് 1 കൊരിന്ത്യൻസിൽ പറയും, നിങ്ങൾ സ്നേഹത്തോടെ ശുശ്രൂഷിക്കണം. അപ്പോൾ ശുശ്രൂഷിക്കേണ്ടവർ, അപ്പോഴതിന് നമുക്ക് മനസ്സ് വരണം. വേണമെങ്കിൽ നമുക്ക് ക്രിയ പോക്കാൻ പറ്റും, അല്ലേ? അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ബൈബിൾ അത് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. നമുക്ക് വേണ്ടി ക്രിയ പോക്കാം. അപ്പനെ അമ്മയും നോക്കാം, അവരെ കുളിപ്പിക്കാം, കിടപ്പിലായവർക്ക് മരുന്ന് വെച്ച് കൊടുക്കാം, അവർക്ക് വേണ്ടി മരുന്ന്, ഭക്ഷണം അല്ലെങ്കിൽ മരുന്ന് സമ്പാദിക്കാൻ വേണ്ടി നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ അത് റുട്ടീൻ പോലെ നമുക്ക് ചെയ്യാം. പക്ഷേ ബൈബിൾ അതിനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. കൃപയിൽ നിന്നാണ് ശക്തി വരണത്. ശക്തി വരണ്ടേ? നമ്മുടെ ഈ സൽപ്രവൃത്തിയിലൂടെ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? ശക്തി ഉൽപ്പാദിപ്പിക്കപ്പെടണം. എന്തിനാണ്? വാഗ്ദാനത്തെ പ്രാപിക്കാൻ വേണ്ടി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള് വാഗ്ദാനത്തെ പ്രാപിക്കുമാറ് ദൈവത്തിന്റെ ശക്തിയാൽ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ. 1 കൊരിന്ത്യൻസ് 16 അധ്യായം 14 വാക്യം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുകയും 1 കൊരിന്ത്യൻസ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 16 അധ്യായം 14 വാക്യം. നിങ്ങളുടെ സകല കാര്യങ്ങളും എന്ന് പറഞ്ഞ പ്രവർത്തികളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചെയ്താൽ ആതുര ശുശ്രൂഷകൾ ചെയ്താലും പോരാ, ബൈബിൾ അത് കൗണ്ട് ചെയ്യത്തില്ല. വെറുതെ ചെയ്താൽ പിന്നെന്ത് ചെയ്യണം? സ്നേഹത്തോടെ ചെയ്യണം. ഇപ്പോൾ ഉടമ്പടി ചെയ്തപ്പോൾ ആലിസിന് എന്നാ കിട്ടിയത്? അപ്പനും അമ്മയും സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ. നേരത്തെയൊക്കെ അവർ ശുശ്രൂഷിക്കുന്നവരാണ്, നമ്മളെല്ലാവരും ശുശ്രൂഷിക്കുന്നവരാണ്. പക്ഷേ ഇതൊന്നും ശക്തി പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. വിശ്വാസം നീതീകരിക്കപ്പെടും. ശക്തി വേണം. നമുക്കെൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? വാഗ്ദാനം പ്രാപിക്കണ്ടേ? ഇല്ലേ? നമുക്കുള്ള ആവശ്യമെല്ലാം ദൈവം വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ് വചനത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. എല്ലാ ആവശ്യങ്ങളും, നിങ്ങളുടെ IELTS, സ്ഥലം വിൽപ്പന, നിങ്ങളുടെ വിവാഹം, മക്കൾ ജനിക്കുന്നത്, എല്ലാ ആവശ്യങ്ങളും
അതിനെന്താണ് ബൈബിൾ വിളിക്കുന്നത്? ദാനം എന്നാണ് വിളിക്കുന്നത്. ദാനം. ഈ ദാനമെല്ലാം വാക്കിൻ്റെ അകത്ത് വെച്ച് ഉള്ളിൽ ചേർത്തിരിക്കുകയാണ്. ദാനമെല്ലാം നമുക്കാവശ്യമായ ദാനങ്ങളെല്ലാം വാക്കിൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുക, വചനത്തിൻ്റെ ഉള്ളിൽ. അതിനാണ് വാഗ്ദാനമെന്ന് പറയണത്. പിടിയോ? ഈ വാക്കിൻ്റെ ഉള്ളിൽ നമുക്കുള്ള ദാനം ദൈവം ഏത് രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്? ശക്തിയുടെ രൂപത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശക്തിയുടെ രൂപത്തിലാണ് വചനത്തിൻ്റെ ഉള്ളിൽ നമുക്കുള്ള ദാനം ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ ശക്തിയുടെ രൂപത്തിൽ വെച്ചിരിക്കുന്ന ഈ ശക്തിയെയാണ് നമ്മൾ വചനത്തിൽ നിന്ന് റിലീസ് ചെയ്യണത്, നമ്മൾ വചനത്തിൽ നിന്ന് വിമുക്തമാക്കണത്. അതിനെന്ത് വേണം? നമുക്ക് സ്നേഹം വേണം, സ്നേഹത്തോടെയുള്ള പ്രവൃത്തികൾ വേണം. നീതീകരിക്കപ്പെടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതേസമയം തന്നെ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ നമുക്ക് സ്നേഹത്തോടെയുള്ള പ്രവർത്തനങ്ങൾ വേണ്ടി വരും. ഇപ്പം റോമാ 4:3 പറഞ്ഞത് എന്താണ്? എബ്രാഹാം വിശ്വാസത്താൽ, റോമാ 4:3 എന്താ പറയണത്? എബ്രാഹാം വിശ്വാസത്താൽ അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിച്ചു. പക്ഷേ നമ്മൾ വിഷയങ്ങൾ പ്രാപിക്കണത് പലപ്പോഴും എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടേ, എബ്രാഹത്തിൻ്റെ വിശ്വാസം മാത്രമായത് കൊണ്ടാണോ എബ്രാഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കാൻ 10-25 കൊല്ലം എടുത്തത്? 25 കൊല്ലം എടുത്തില്ലേ? എബ്രാഹത്തോട് വാഗ്ദാനം കൊടുത്തു, പക്ഷെ അത് പ്രാപിക്കാൻ എബ്രാഹാം 25 കൊല്ലം എടുത്തു. ശരിക്കും നമ്മുടെ ഒരു പ്രശ്നം അതാണല്ലോ. ഇപ്പം നമ്മുടെ മക്കളുടെ കല്യാണം നമുക്ക് നടത്തണം, അതിനുവേണ്ടി നമ്മൾ പൊന്നുണ്ടാക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ നമ്മൾ അറ്റാക്ക് അടിച്ച് മരിച്ചും പോകുന്നു. മക്കൾ നമ്മുടെ കല്യാണം നമ്മുടെ ആണ്ടിനാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വിശ്വാസി അത് ദൈവ ഇഷ്ടം പോലെ സമർപ്പിക്കും, പക്ഷേ നേരത്തെ നമ്മളുള്ളപ്പോൾ തന്നെ നടന്നാൽ, ഇപ്പോൾ ചില കല്യാണങ്ങൾ നടക്കുമ്പോൾ ആൾക്കാർ വന്ന് പറയും പെട്ടെന്ന് നടക്കണം. എന്താ കാര്യം? എൻ്റെ അപ്പനും അമ്മയും വളരെ അസുഖത്തിലാണ്, അവരുള്ളപ്പോൾ തന്നെ എൻ്റെ മകൾ കർത്താവിൻ്റെ കൂദാശ സ്വീകരിക്കണം. അപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അപ്പനും അമ്മയും ഉള്ളപ്പോൾ, അപ്പനും അമ്മയും തന്നെയല്ല, ഗ്രാൻഡ് പാരൻസ്, അപ്പൻ്റെ അമ്മ അല്ലെങ്കിൽ അപ്പൻ്റെ അപ്പൻ, അവരൊക്കെ ഉള്ളപ്പോൾ തന്നെ അവരുടെ പേരക്കിടാവ് കല്യാണം കഴിച്ച് മാറണമെന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനെന്നാ സംഭവിക്കേണ്ടത്? അവരുള്ളപ്പോൾ ഈ സംഭവം നടക്കണം, അല്ലേ? അതുകൊണ്ടാണ് അവരങ്ങനെ അരിസ്റ്റോം അങ്ങനെ പറയണത്, ഉടമ്പടി നേരത്തെ എടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ സമയത്തെക്കുറിച്ചാണ് അവർ പറയണത്. അവരത് സമയത്തെക്കുറിച്ചാണ് പറയണത്. നേരത്തെ എടുത്തിരുന്നെങ്കിൽ, ഇപ്പോൾ അമ്മയെ എത്ര നാൾ അവൾ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു? 1.5 മാസം. അപ്പോൾ അമ്മ മരിച്ചു, അമ്മായിയമ്മ മരിച്ചു. അപ്പനെ എത്ര ദിവസം അവർ ശുശ്രൂഷിച്ചു? 4 മാസം. അപ്പോൾ ഇപ്പോൾ അവർക്ക് സ്നേഹം കൂടിയപ്പോൾ അവർക്ക് തോന്നണത് എന്താണ്? അവരിപ്പോൾ വർക്ക് ചെയ്യണത് 1 കൊരിന്ത്യസ് 16:14 നിങ്ങളെല്ലാ കാര്യങ്ങളിലും 1 കൊരിന്ത്യസ് 16:14 കൊണ്ടാണ് അവർ ഉടമ്പടി എടുത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സൽപ്രവൃത്തികൾ കൂടി വന്നപ്പോൾ ദൈവം അവരുടെ ഹൃദയത്തിൽ അഭിഷേകമായി. അപ്പോഴവർക്ക് തിരിച്ചറിവ് ഉണ്ടാകാൻ തുടങ്ങി. എന്താ പറയണത്? ഈ സ്നേഹം കൊണ്ട് ഇപ്പോൾ അവർക്ക് മനസ്താപം ഉണ്ടായിരിക്കണത്. സ്നേഹം കൂടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്താപം ഉണ്ടായി. എന്താ അവർ പറയണത്? ഉടമ്പടി നേരത്തെ എടുത്തിരുന്നെങ്കിൽ എൻ്റെ അപ്പനെയും അമ്മയും എനിക്ക് 1 കൊല്ലമെങ്കിലും നോക്കാൻ പറ്റിയേനോ. അതാണ് സ്നേഹമാണ് ഈ മനസ്താപം ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ മനസ്താപം ഉണ്ടാകണം എന്ന് നമ്മൾ പറയണില്ലേ? വെറുതെ മനസ്താപം ഉണ്ടാകത്തില്ല. സ്നേഹമാണ് നമ്മളെ മനസ്താപം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പൗലോസ് പറയും.
നിങ്ങൾക്ക് മനസ്താപം ഉണ്ടാകാനേ കർത്താവ് ഇടയാക്കട്ടെ. അങ്ങനൊരു വചനമുണ്ട്. നിങ്ങൾക്ക് മനസ്താപം ഉണ്ടാകാൻ കർത്താവ് ഇടയാക്കട്ടെ. നടപടി പുസ്തകത്തിലാണ് ആ വചനമുള്ളത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തിൻ്റെ ചൈതന്യം നിറയുകയും അനുതാപം ഉണ്ടാകുകയും ജീവിത വിശുദ്ധി പ്രാപിക്കാൻ ആത്മാവിനെ നിറവ് ചൊരിയുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്കു നൽകണമേ. ചെറുത് പാടാം. അനുദപിക്കാം, കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്കു നൽകണമേ. നടപടി 11:18. ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്ന് പറഞ്ഞേ, ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ദൈവമാണ് അനുതാപം നൽകണത്, അല്ലേ? ഇപ്പം അരിസ്റ്റോം എന്താ പറഞ്ഞത്? ഉടമ്പടി നേരത്തെ എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ അശിച്ചു പോകണം. എന്താ കാര്യം? അവർക്ക് 1 കൊറിന്ത്യർ 16:14 അനുസരിച്ചുകൊണ്ട് അവർക്ക് സ്നേഹം വർദ്ധിച്ചു. സ്നേഹം എന്തിൻ്റെ ദാനമാണ്? ഫലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലമെന്ന് പറയുമ്പോൾ നമ്മൾ ഗലാത്യർ 5:19 പറയണത് സ്നേഹം, ആനന്ദം, ക്ഷമ, അങ്ങനെ പറയാം, അല്ലേ? അപ്പോൾ അവരൊരു പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് എൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർക്ക് എന്നാ കിട്ടി? ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് ഗലാത്യർ 5:19 കിട്ടി. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലം കിട്ടി. അപ്പോൾ എന്നാ സംഭവിച്ചു? 1 കൊറിന്ത്യർ 16:14 വർക്കൗട്ട് ചെയ്തു. എന്ത് ചെയ്തു? അവർക്ക് സ്നേഹം വർദ്ധിച്ചു. ഇപ്പോൾ അവർക്ക് എന്നാ സംഭവിച്ചിരിക്കുന്നത്? ഉടമ്പടി നേരത്തെ എടുത്തിരുന്നെങ്കിൽ എൻ്റെ അപ്പനെ കുറച്ചുകൂടി ശുശ്രൂഷിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് എന്നാ ഉണ്ടായത്? അനുതാപം ഉണ്ടായി. അനുതാപം ആര് കൊടുത്തതാണ് അവർക്ക്? നടപടി 11:18 അനുസരിച്ച് കൊണ്ട് ദൈവം കൊടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മ നൽകുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം അനുതാപം നൽകുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം ദൈവസ്നേഹം നൽകുന്നു. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടി എടുത്തുള്ള എല്ലാ മക്കളിലേക്കും അനുതാപം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം നിറയ്ക്കണമേ. ബലവാനായോ നടത്തിടുന്നു എല്ലാവരും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ചേർന്ന് പാടാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനിലൂടെ ഈശോ പറഞ്ഞ അവസാന വചനം 11:18 എന്താ എഴുതിയിരിക്കുന്നത്? ദൈവവചനം, അതായത് ഈ വാക്കുകൊണ്ട് കേട്ടപ്പോൾ അവർ നിശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്ക് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് എന്നാ അവർ ചെയ്തത്? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നേണ്ടത്? ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തണം. പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കേവല വിശ്വാസം കൊണ്ട് നമുക്ക് ദൈവത്തെ, ഇപ്പോൾ കേവല വിശ്വാസം എബ്രാഹത്തിന് നീതിയായി പരിഗണിച്ചു എന്നാണ് റോമ 4:3 രേഖപ്പെടുത്തുന്നത്. പക്ഷേ വിശ്വാസത്തിൽ ഈ കേവല വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ എന്താ മാർഗം? കേവല വിശ്വാസമായിട്ടിരുന്നു കഴിഞ്ഞാൽ സമയം ഇങ്ങനെ കൊണ്ട് നീണ്ടു പോകും.
വിശ്വാസത്തെ ശക്തിപ്പെടുത്തേണ്ടി വരും. എന്തിനാണ്? വാഗ്ദാനം നമ്മൾ പുൾ ഔട്ട് ചെയ്യേണ്ടി വരും. വാഗ്ദാനം പ്രാപിക്കണ്ടേ? വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് എന്താ മാർഗം? അതും പൗലോസ് തന്നെ പറയുന്നുണ്ട്. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തിപ്പെടുവിൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തിപ്പെടുവിൻ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുന്ന നിസ്സാര കാര്യമല്ല. എന്തിനു വേണ്ടിയാണത്? വിശ്വാസത്തിൽ. അതാ റോമ 4:20. റോമ 4:20 എന്നിട്ട് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തിപ്പെടുവിൻ. അപ്പം കേവല വിശ്വാസമുണ്ട്, ശക്തിപ്പെട്ട വിശ്വാസമുണ്ട്. നീതീകരിക്കപ്പെടുന്ന കേവല വിശ്വാസത്തിലാണ്. പക്ഷെ വാഗ്ദാനം പ്രാപിക്കണത്, അതിൻ്റെ സ്പീഡ് വരെ നിശ്ചയിക്കണത് എപ്പോഴാണ്? വിശ്വാസം ശക്തിപ്പെടുമ്പോഴാണ്. വിശ്വാസം ശക്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രാർത്ഥന ഒരു മാർഗമാണ്. പക്ഷേ പ്രാർത്ഥന മാത്രമല്ല മാർഗം. പിന്നെ എന്താണ്? പ്രവൃത്തിയും മാർഗമാണ്. ഒരു പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഏറ്റവും വലിയ മാർഗം എന്താണ്? പ്രവൃത്തിയാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തി ശക്തി പ്രാപിക്കുന്ന ഏറ്റവും വലിയ മാർഗം പ്രാർത്ഥനയല്ല. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതാണ്, അച്ഛൻ പറയണല്ല. കർത്താവെ കർത്താവെ എന്ന് വിളിക്കണ ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. മത്തായി 7:21. ഇപ്പം പ്രാർത്ഥന കൊണ്ട് മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം ശക്തീകരിക്കാനും പറ്റത്തില്ല. പിടിയിടില്ലേ? അപ്പോൾ അതാണ് 7:21. മത്തായി 7:21 എന്ന് പറഞ്ഞാൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കണ ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പം പ്രാർത്ഥന കൊണ്ട് മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ വിശ്വാസം ശക്തിപ്പെടത്തില്ല. പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്താ മാർഗം? പ്രവർത്തികൾ കൊണ്ടാണ്. പ്രവർത്തികൾ കൊണ്ടാണ്. ഈ ഉടമ്പടി ഇത്രയും വെട്ടിത്തിളങ്ങാൻ കാര്യം ഇതിൻ്റെ പ്രവർത്തികളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ 20% പ്രാർത്ഥനയുടെ ഉള്ളു. കാര്യം ഷെഡ്യൂൾഡ് പ്രെയറല്ലേ ഉള്ളു. കുടുംബ പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഞങ്ങളിവിടെ തരുന്ന പ്രാർത്ഥന, എക്സ്ട്രാ പ്രാർത്ഥന എന്താ? പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയേ ഉള്ളൂ. പക്ഷേ 20% പ്രെയറേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താ വന്നിരിക്കുന്നത്? 80% എന്താണ്? പ്രവൃത്തിയാണ്. അതെന്ത് വെച്ചാണ് വന്നിരിക്കുന്നത്? മത്തായി 5:16 അനുസരിച്ചാണ്. ശ്രുതികട ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ കർത്താവേ. ഉടമ്പടി നിബന്ധന അനുസരിച്ച് പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചക്കായിരിക്കും. ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തണം? കേവല വിശ്വാസത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച വിശ്വാസം എങ്ങനെ ആർജിക്കണം? ശക്തി പ്രാപിച്ച വിശ്വാസം കൊണ്ട് വാഗ്ദാനം എങ്ങനെ പ്രാപിക്കണം? ഉടമ്പടി വഴി. അതാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ അന്വേഷിക്കുന്നത്. അത് 5:16, മത്തായി 5:16. അപ്രകാരം പറഞ്ഞ് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇത് നമ്മൾ നേരത്തെ കണ്ട റോമ 4:20 കണക്റ്റഡാണ് ഈ വചനം. അവിടെ എന്നാ പറയണത്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും അല്ലേ? ഒന്ന് പറഞ്ഞേ. അപ്പം ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തണമെന്നാണ്. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ റോമ 4:20 പറയാം. അപ്പം വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ പറ്റും അല്ലേ? അപ്പം അതിനെന്താ മാർഗം? ദൈവത്തെ
മഹത്വപ്പെടുത്തണം. ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം. പ്രാർത്ഥന കൊണ്ട് മാത്രം മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല. പിന്നെ എന്ത് വേണം? സൽപ്രവൃത്തികൾ വേണം. അതിനെക്കുറിച്ച് കർത്താവ് പറയുന്ന വചനങ്ങളാണ് മത്തായി 5:16. ഒന്ന് ഏറ്റു പറഞ്ഞ്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ വീശട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളെന്താ ചെയ്തിരിക്കുന്നത്? ഉടമ്പടി ഒരു പക്വമായി ഒരു ഘട്ടം തീർത്തെന്ന് പറയണത് 1-2 പുതുക്കി കഴിയുമ്പോഴാണ്. പിന്നെ 3ാമത് പുതുക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ മെസ്സേജിങ് കൗൺസിലിംഗ് തുടങ്ങണത്. 3ാമത് പുതുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം ഉണ്ടാവണം. ദൈവാനുഭവം ഇല്ലാത്ത ആൾക്കാരെ പിന്നെ പ്രൊമോട്ട് ചെയ്യത്തില്ല. കാര്യം ദൈവാനുഭവം ഉണ്ടാകാത്തതിൻ്റെ കാരണം എവിടെയോ സൽപ്രവൃത്തികൾ ഈ പറയുന്ന ദൈവമഹത്വ വിശ്വാസം ശക്തിപ്പെട്ടിട്ടില്ല. കുറച്ച് പത്രമൊക്കെ വാങ്ങിച്ച് അവിടെയൊക്കെ കൊടുത്തെന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നാ സംഭവിച്ചിരിക്കുന്നത്? സാക്ഷ്യം പറയാത്ത ആ പഴയ നീല പേപ്പറെല്ലാം ഇപ്പോൾ 2ൻ്റെ റേറ്റിങ്ങേ ഉള്ളൂ, സാക്ഷ്യമില്ലാത്ത കാരണം. അതുകൊണ്ട് മെസ്സേജിലോട്ട് പോകത്തില്ല. കാര്യം എന്താണ്? എവിടെയോ നിങ്ങൾ സൽപ്രവൃത്തികൾക്ക്, ഉപവിപ്രവൃത്തികൾക്ക്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുത്തിയിട്ടുണ്ട്. കാരണം വിശ്വാസം കുറയുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം കുറയും. അത് 5:16. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രവർത്തനങ്ങൾ വേണം. അപ്പം ഞങ്ങൾ 3ാമത് പുതുക്കാൻ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും, എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? എത്ര രോഗികളെ ശുശ്രൂഷിച്ചു? എത്ര ഉപവി പ്രവർത്തനങ്ങൾ ചെയ്തു? എന്തുമാത്രം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു? അത് ബ്രദർ അങ്ങനെ ഇങ്ങനെ ഒന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കഥയില്ല. ഇപ്പോൾ അമ്മായിയപ്പൻ്റെ കള്ളുകൂടി മാറി എന്ന് പറഞ്ഞപ്പോൾ സാക്ഷ്യമായിട്ട് അംഗീകരിക്കണില്ല. അമ്മായിയപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഇവർ പറഞ്ഞത് ശരിയാണെന്ന് അറിയണ്ടേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ സാക്ഷ്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പോലും ഇവിടെ നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്ക് സഹായിച്ചു, മറ്റുള്ളവർക്ക് സൗഖ്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞാലൊന്നും കൃപാസനം ഓഫീസ് അംഗീകരിക്കത്തില്ല. കാര്യം ഇത് ഉടമ്പടിയാണ് ദൈവത്തോട് ചെയ്തിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഉപവസിച്ച് ആ പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റായിട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഗുണം എന്താ? ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനായത് കാരണം സ്തുതിച്ച ഹല്ലേലൂയ, സ്തുതിയുടെ ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് ചിന്തിക്കട്ടെ. ഉടമ്പടി ചെയ്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, ഓരോ നിയോഗങ്ങളിലും ഹൃദയപരമാർത്ഥവും കർത്താവേ അഭിഷേകം ചൊരിയണമേ, കൃപയ്ക്ക് മേൽ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ദൈവം വിശ്വസ്തനായത് കാരണം നമ്മൾ ചെയ്ത ഉടമ്പടി പ്രകാരം കറക്റ്റായിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് മേലെല്ലാം ദൈവിക ഇടപെടലുണ്ടാകും. കാര്യം എന്താണ്? ദൈവം വിശ്വസ്തനായത് കൊണ്ടാണ്. അപ്പം നമ്മൾ ദൈവത്തോടിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം കുറച്ചുകൂടി സൂക്ഷ്മതയോടെ നിർവഹിച്ചാൽ മതി. നിർവഹിക്കാത്തതിൻ്റെ കാരണം എന്താണ്? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാത്തത് കൊണ്ടാണ്. വിശ്വാസത്തിൽ വളർന്നിട്ടില്ല. വിശ്വാസത്തിൽ വളർന്നില്ലെങ്കിൽ വാഗ്ദാനം പ്രാപിക്കാൻ പാടായിരിക്കും. വാക്കിൻ്റെ ഉള്ളിലുള്ള ദാനമില്ലേ, അതല്ലേ നമുക്ക് പ്രാപിക്കേണ്ടത്. ഇപ്പം വാഗ്ദാനത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയണത്? വാഗ്ദാനത്തിൽ ഇംഗ്ലീഷിൽ എന്താ പറയണത്? പ്രോമിസ് അല്ലേ? പ്രോമിസും 2 വാക്കുകൾ കൂടിയതാണ്. ഇംഗ്ലീഷിലെ പ്രോമിസ്, ലത്തീനിലെ 2 വാക്ക് കൂടിയതാണ്. പ്രോമിസിനെ ഒന്ന് വിഘടിപ്പിക്കുകയാണെങ്കിൽ 2 ഘടകം കിട്ടും. പ്രോ ആൻഡ് മിസ്. പ്രോമിസ് ഫോർട്ടൽഡ് എന്നതിൻ്റെ അർത്ഥം. നേരത്തെ പറഞ്ഞു വെച്ചിരിക്കണ കാര്യം. മിസ് അതിൻ്റെ ധാതു എന്താണ്? മീത്തരെ. ലാറ്റിനിൽ മീത്തരെ എന്ന് പറഞ്ഞാൽ ടു റിലീസ്, പുറത്തേക്ക് എടുക്കുക. നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യത്തെ പുറത്തോട്ട് എടുക്കുക എന്നാണ് പ്രോമിസിൻ്റെ അർത്ഥം. നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്ത് അടിസ്ഥാനത്തിൽ? ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ. ദൈവവചനം അനുഭവം പ്രാപിക്കണതെല്ലാം
നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? എന്തിനടിസ്ഥാനമാണത്? ഉടമ്പടി അടിസ്ഥാനത്തിലാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടി പ്രകാരമാണ് ദൈവം നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താണ്? വാഗ്ദാനങ്ങൾ, വാക്കിൻ്റെ ഉള്ളിൽ ദാനങ്ങൾ. ആ ദാനം ശക്തിയുടെ രൂപത്തിലാണ് ഇരിക്കണമെന്നേ ഉള്ളൂ. കാര്യം എന്താണ്? ഓരോരുത്തർക്കും ഓരോ ആവശ്യമല്ലേ. ഒരാൾക്ക് കയ്യെട്ട് പാസ്സാകണം, ഒരാൾക്ക് കൊച്ചുണ്ടാകണം, ഒരാൾക്ക് ജോലി കിട്ടണം, ഒരാൾക്ക് വിവാഹം നടക്കണം, ഒരാൾക്ക് പെര കെട്ടണം, ഒരാൾക്ക് സ്ഥലം വിൽക്കണം, ഒരാൾക്ക് നിത്യരക്ഷ. എല്ലാവർക്കും നിത്യരക്ഷ പ്രാപിക്കണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള ദാനം ദൈവം എന്താ വെച്ചിരിക്കുന്നത്? ഒറ്റ രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ്? ശക്തിയുടെ രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, മീത്തരെ എന്ന് പറഞ്ഞില്ലേ, പ്രോമിസ്, അതിൻ്റെ ധാതു മീത്തരയാണ്. അപ്പോൾ അതിൻ്റെ നൗൺ ഫോം എന്ന് പറയുമ്പോൾ മിഷനാണ്. ശരിക്കും മിഷൻ, ദൗത്യം, ടു സെൻഡ് എന്നാണ്. സെൻഡ് എന്ന് കൂടി അർത്ഥമുണ്ട്, അയക്കുക. ഈ ശക്തി നിക്ഷേപിച്ചിരിക്കുന്ന ശക്തിയെ വിമുക്തമാക്കി വലിച്ചെടുത്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യണം. ശക്തിയെ സെൻഡ് ചെയ്യണം. ഇതെല്ലാം വിശ്വാസം വഴിയാണ് ചെയ്യണത്. പിടിയിടിയ വിശ്വാസത്തിലാണ് സംഭവം മുഴുവൻ. ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഹോംവർക്കുകൾ എന്തിനാണ്? നിങ്ങളുടെ വിശ്വാസം ശക്തി പ്രാപിക്കാൻ വേണ്ടിയാണ്. ഈ വിശ്വാസം ശക്തി പ്രാപിക്കുമ്പോഴാണ്, ഈ ശക്തി പ്രാപിച്ച വിശ്വാസത്തിൽ നിന്നാണ്, പ്രോമിസിൽ നിന്ന്, നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് ദാനം, ശക്തി വലിച്ചെടുക്കുന്നത്. വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? അതിനെ മിഷൻ, പ്രോമിസ്, മിഷൻ, ടു സെൻഡ് ചെയ്യും. എങ്ങോട്ട് സെൻഡ് ചെയ്യും? ബോഡിയിലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ശക്തി ബോഡിയിലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ഹീലിംഗ് ആയിട്ട് മാറും. അല്ലേ? രക്തസ്രാവക്കാരി രോഗി സുഖപ്പെട്ടത് എങ്ങനെയാണ്? അവൾ ശക്തി വലിച്ചെടുക്കുകയാണ് ചെയ്തത് വിശ്വാസം കൊണ്ട്. കർത്താവിൻ്റെ ഉടുപ്പിൻ്റെ നൂലിൽ നിന്നാണ് അവൾ ശക്തി വലിച്ചെടുത്തത്, ഇല്ലേ? കർത്താവ് തിരിഞ്ഞു നോക്കി. അപ്പോൾ എന്തൊരു പരിഹാരിക്കാൻ വലിച്ചിട്ടുള്ളത്? ഒരു നൂല വലിച്ചെടുത്താൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, തിരക്കാ. അപ്പം ശക്തി പോയി. അപ്പോഴ് യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ് എന്നല്ലേ കർത്താവ് പറയണത്. നിൻ്റെ വിശ്വാസം വലുതാണ്. കാര്യം അത്രയും ശക്തിയാണ് വലിച്ചെടുത്തിരിക്കണേ. ലൂക്ക 8:40-45 വായിക്കുമ്പോൾ ആ രക്തസ്രാവക്കാർ പിന്നിലൂടെ വന്നിട്ടാണ് വിശ്വാസം ഗ്രേറ്റ് ആണെന്ന്, ശക്തി പ്രാപിച്ച വിശ്വാസമായതുകൊണ്ടാണ് ശക്തി വലിക്കാൻ പറ്റണത്. അവിടെ വിശ്വാസം ശക്തി പ്രാപിച്ച വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ ശക്തി വലിക്കാൻ പറ്റണത്. എന്നിട്ട് എന്ത് ചെയ്യും? അത് രക്തസ്രാവ രോഗത്തിലേക്ക് സെൻഡ് ചെയ്യും, മിഷൻ. അപ്പോൾ എന്ത് ചെയ്യും? അവൾ ഹീലിംഗ് ആയി മാറും. സെക്കൻഡുകൾക്കുള്ള ഹീലിംഗ് സംഭവിക്കുന്നത്. വലിക്കാനുള്ള ശക്തി അനുസരിച്ച് കൊണ്ടാണ് ഹീലിംഗ്. അതുകൊണ്ടാണ് കുഷ്ഠരോഗിയുടെ കാര്യം പറയുമ്പോൾ കർത്താവിൻ്റെ വാക്ക് കുഷ്ഠരോഗികൾ വിശ്വസിക്കുന്ന അല്പം സമയമെടുത്ത കാരണം തൽക്ഷണം സൗഖ്യമില്ല, പോകുമ്പോഴാണ് അവർ സൗഖ്യപ്പെട്ടത്. ഇതിവർ അതായത് നിങ്ങൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയാണെന്നുള്ളത് ഉണ്ടാകണം, ബോധം ഉണ്ടാകണം. പക്ഷേ ആ പ്രവൃത്തികൾ എങ്ങനെ ചെയ്യണം? സ്നേഹത്തോടെ ചെയ്യണം. 1 Corinthians 16 അനുസരിച്ച് വേണം പ്രവൃത്തികൾ ചെയ്യാൻ. അല്ലാതെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ പത്രം കൊടുക്കണം, അത് കൊടുക്കാം, എങ്ങനെയാടെ കൊടുക്കണം, ഇങ്ങനെ കൊടുത്താൽ പ്രശ്നം കിട്ടും. ഒരു പത്രം കൊടുക്കുമ്പോൾ സ്നേഹം നിറയണം. എന്താണ്? കർത്താവേ, ഈ പത്രം വായിക്കുന്ന വ്യക്തി ആരെല്ലാം വായിച്ചാലും ഈ പത്രം ഉറയാതിരിക്കുന്ന അത്രയും കാലം വായിക്കുന്ന വ്യക്തികളെല്ലാം എൻ്റെ കർത്താവിനെക്കുറിച്ച് അറിയണം, എൻ്റെ കർത്താവിനെക്കുറിച്ച് അവരറിയണം, അവരും അനുഭവം ഉണ്ടാകണം, അവർക്കും ആശ്വാസം പ്രാപിക്കണം എന്ന് ദൈവസ്നേഹത്തോടെ, ദൈവത്തോടും മനുഷ്യനോടും സ്നേഹത്തോടെയാണ് നീ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ വിവരം അറിയും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവസ്നേഹത്തോടെ പ്രേക്ഷിത വേലകൾ, ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധന പ്രകാരം കർത്താവേ പുണ്യപ്രവർത്തികൾ ചെയ്ത് നിത്യ ഉടമ്പടിയായ ദിവ്യകാരുണ്യത്തിന് ഈശോയ്ക്ക് സാക്ഷിയായി തീരാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ദൈവവചനത്തിന്റെ പ്രബോധനം ഉൾക്കൊണ്ട് കർത്താവേ ദൈവസ്നേഹത്താൽ പ്രേരിതരായി പുണ്യ പ്രവർത്തികൾ ചെയ്യാൻ
അങ്ങനെ ദൈവരാജ്യത്തിന്റെ സുവിശേഷകരാകാൻ ഞങ്ങളെ ഉടമ്പടിയിൽ പ്രാർത്ഥനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇന്നത്തെ വചനം ശ്രദ്ധിക്കണം. ഹെബ്രായർ 6:10, ഹെബ്രായർ 6:10 ഏറ്റുപറയുക. നിങ്ങളുടെ പ്രവർത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കുവാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. വചനമാണ് ഏറ്റവും ശക്തം. എന്താ കാര്യം? നമ്മളിങ്ങനെ ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുമ്പോൾ അതിനെ വിസ്മരിക്കാൻ വേണ്ടി മാത്രം ദൈവം നീതിരഹിതനല്ല. അപ്പം വിശ്വാസത്തോടെ പ്രവർത്തിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വിശ്വാസം സത്യപ്രാപിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. പക്ഷെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം? സ്നേഹത്തോടെ പ്രവർത്തിക്കണം. സ്നേഹത്തോടെ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹെബ്രായർ 6:10 സംഭവിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികളും പറഞ്ഞേ, നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കുവാൻ മാത്രം ദൈവം നീതിരഹിതനല്ല. അപ്പോഴേ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ നാമത്തോടാണ് നമ്മൾ സ്നേഹം കാണിക്കണതെന്നാണ് ദൈവം അത് കണക്കാക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളെ പ്രേക്ഷിത പത്രം കൊടുത്താലും ഉപരിപ്രവർത്തനം ചെയ്താലും നഗ്നനെ ഉടുപ്പിക്കാൻ വസ്ത്രം കൊടുത്താലും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താലും ദൈവം അത് കണക്കാക്കുന്നത് ഹെബ്രായർ 6:10 അനുസരിച്ചാണ്. എന്താണ്? തൻ്റെ നാമത്തോട് ചെയ്ത സ്നേഹമാണ്. അത് ആ നാമത്തോട് ചെയ്ത സ്നേഹം ദൈവം പ്രതിസ്നേഹം കാണിക്കുന്നതാണ് നമ്മളുടെ സമയത്തെ ചുരുക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളോട് കാണിക്കുന്ന കാരുണ്യം അതാണ് നമ്മളുടെ വിഷയത്തിന് മേലെല്ലാം തീരുമാനം ഉണ്ടാവുന്നതും. അതുകൊണ്ട് എൻ്റെ സഹോദരനെ കുറച്ച് ഇപ്പം എന്താ പറയാമല്ലോ, ഇപ്പം എല്ലാത്തിൻ്റെയും ഒരു രക്ഷ പ്രാപിക്കാനും ആധ്യാത്മികമായ നിത്യത പ്രാപിക്കാനും നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ജീവിത ആവശ്യങ്ങൾ നേടാനും സിംഗിൾ ഫോർമുലയേ ഉള്ളൂ. എന്താ കാരണം? ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഹെബ്രായർ 6:10 എന്നാ പറയണത്? ചെയ്യുക എന്നൊക്കെ അത് പറയണില്ലേ? കണ്ടില്ലേ എന്താ പറഞ്ഞിരിക്കണേ? നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷ. അപ്പോൾ ഇത് ചെയ്തതും ചെയ്യുന്നത് എല്ലാം ചെയ്ത്താണ് ഇല്ലേ? അതാണ് പ്രശ്നം. എല്ലാം ഒരു ഡീഡിലേക്കാണ് കാര്യങ്ങൾ പോണത്. പ്രാർത്ഥനയേക്കാളുപരി പ്രവർത്തനങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോണത്. നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ പ്രവൃത്തികളെ ദൈവം അവൻ്റെ നാമത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കരുതുന്നത്, സ്നേഹമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ദൈവം മഹത്വപ്പെട്ട് കഴിയുമ്പോഴാണ് റോമാ 4:20 അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ. ഈ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുമ്പോഴാണ്, ശക്തിയുള്ള വിശ്വാസം വഴിയാണ് വാഗ്ദാനം പ്രാപിക്കണത്. ദൈവം എല്ലാത്തിനുമുള്ള എല്ലാ ദാനങ്ങളും, നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ദാനങ്ങളും, ഇഹത്തിലും പരത്തിലുമുള്ള മുഴുവൻ ആവശ്യങ്ങളുടെ ദാനങ്ങൾ ദൈവം വചനത്തിൽ വെച്ചിട്ടുണ്ട്. അതാണ് വാക്കിൻ്റെ ഉള്ള ദാനം, വാഗ്ദാനം. ഈ വാഗ്ദാനം നമ്മൾ വിശ്വാസം വഴി പ്രാപിക്കാൻ. പക്ഷെ കേവല വിശ്വാസം കൊണ്ട് പറ്റത്തില്ലെന്നാണ് ഈ പറയണത്. പിന്നെ എന്താണ്? ശക്തിയുള്ള വിശ്വാസം ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തി
നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ പറഞ്ഞ റോമർ 4:20. ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താവുന്നതാണ് മത്തായി 5:16 പറയുന്നത്. അത് നിങ്ങൾ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തി കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കർത്താവ് ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ ഉടമ്പടിയുടെ 80% എന്താണ്? സ്നേഹത്തോട് നിർഭരമായ ഉപവിപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ്. അത് നിങ്ങൾ ചെയ്യാതെ പുതുക്കാൻ വന്നാൽ പുതുക്കി കിട്ടത്തില്ല, പുതുക്കേണ്ട കാര്യമില്ല. ഉടമ്പടി പ്രാർത്ഥനയുടെ പുതുക്കമല്ല, ശരിക്കും ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങളുടെ പുതുക്കമാണ്. കാര്യം നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഉദ്ദേശം. ശക്തിപ്പെടുത്തുന്നത് പലപ്പോഴും പ്രവർത്തികൾ വഴിയാണ്. ഇഹത്തിലെ കാര്യമായാലും പരത്തിലെ കാര്യമായാലും നിത്യത്തിലെ കാര്യമായാലും ദൈവം ഇടപെടണത് എങ്ങനെ? പ്രവർത്തികൾ വഴിയാണ്. ഇപ്പം അമ്മ സമയം ആയില്ല, അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് ഒരു പ്രാർത്ഥന നടത്തിയതാണ് അല്ലേ? യോഹന്നാൻ 2:5-3 ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ആ സംഭവം നടക്കത്തില്ല. ഈശോ പറഞ്ഞു എൻ്റെ സമയം ആയിട്ടില്ല. പിന്നെ ആ സമയത്തെ ആക്കിയെടുക്കാൻ പരിശുദ്ധാത്മാവ് ബോധജ്ഞാനത്തിന് സിംഹാസനമായ അമ്മയ്ക്ക് കൊടുത്ത ദൈവിക രഹസ്യമാണ് അവൻ പറയണത് പോലെ ചെയ്യുക എന്നുള്ളത്. ആ ചെയ്യണ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നിങ്ങളിതിനെ പ്രാർത്ഥനയാക്കി എടുക്കരുത്. പ്രാർത്ഥനയുടെ ഒരു ശതമാനം ഉണ്ടത്. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം സുവിശേഷ സാക്ഷ്യമാണ്. അത് വിശ്വാസം പോരാ, ദൈവസ്നേഹം വേണമെന്നാണ് 1 കൊരിന്ത്യർ 16:14 പറഞ്ഞത്. ദൈവസ്നേഹത്തെ പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവസ്നേഹത്തോടെ പ്രവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ, ശക്തി പ്രാപിച്ച് വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ ഇപ്പോഴ് അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ലോകം മുഴുവനും ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങൾ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ആരാധനയുടെ രോഗസൗഖ്യ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കർത്താവ് 2019 നമുക്ക് നൽകിയ ഏറ്റവും വലിയ വെളിപാടാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക അല്ലേ? കൃപാസനത്തിലെ പരിശുദ്ധമ്മ സമയഘടികാരവും നെഞ്ചി ചാർത്തി പ്രത്യക്ഷപ്പെട്ട 2004 അനുസ്മരിച്ചുകൊണ്ടാണ് നമുക്ക് ഒരു ഉൾക്കാഴ്ച തന്നത്. സമയത്തിൻ്റെ മേൽ അമ്മയ്ക്ക് മാധ്യസ്ഥ സ്വാധീനമുണ്ട്. സമയത്തിൻ്റെ മേൽ അമ്മയുടെ മാധ്യസ്ഥ സ്വാധീനം ആക്ടിവിറ്റി ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ഓരോ ഘട്ടങ്ങളിലും വരുന്നത്. 2019 ദൈവം നമുക്ക് നൽകിയ 2ാമത്തെ ഉൾക്കാഴ്ചയാണ് ഉടമ്പടി ജസ്റ്റീസ്, ശരീരഭാഷ. അതിലൊന്നാണ് ശരീരഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. എബ്രാഹത്തിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. എബ്രാഹാം പുറത്തിനോട് ഉടമ്പടി ചെയ്യണത് തുടയുടെ അടിയിൽ കൈവച്ചുകൊണ്ടാണ്. നമ്മളെ കർത്താവിൻ്റെ ഇന്ന് പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ ഈ കൈകളെ നിൻ്റെ കൈകളായി മാറ്റണമേ. ഈ മനുഷ്യന്മാർ സാക്ഷ്യം പറയുന്നവരൊക്കെ ഇപ്പോഴേ വലിയ സുവിശേഷ സാക്ഷികളത് സുവിശേഷ പ്രഘോഷകർ പോലെയൊക്കെ വളർത്തിക്കൊണ്ടുവരികയാണ് അമ്മ. ഇപ്പം ശാമിലി എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞില്ലേ, അവൾ പറഞ്ഞു, കർത്താവേ എൻ്റെ രോഗം നീ പീഡകൾ സഹിച്ചപ്പോൾ നിൻ്റെ ശരീരത്തിൽ നീ ഏറ്റെടുത്തു, അതുകൊണ്ട് ഞാൻ ഹീൽഡാണെന്ന് പറഞ്ഞില്ലേ. ഞാൻ തന്നെ വാവളിച്ചു, ഇതൊക്കെ എന്ത് ജ്ഞാനം ഈ പറയണമെന്ന്. വലിയ കാര്യമാണ് അവർ പറഞ്ഞത്. കർത്താവ് എൻ്റെ രോഗം
നിൻ്റെ പീഡാസഹന വേളയിൽ വേദനയായി നീ നിൻ്റെ ശരീരം ഏറ്റെടുത്തു. ദാറ്റ് മീൻസ് ഐ ആം ഹീൽഡ്. നീ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ്. ഇതിങ്ങനെ ഉടമ്പടി പുരോഗമിക്കും തോറും മനുഷ്യന്മാർക്ക് ഇങ്ങനെ ദൈവിക ജ്ഞാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടണം. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടണമേ. കർത്താവേ, എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടണമേ. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. കൈവെപ്പ് പ്രാർത്ഥനയുടെ സമയമാണ്. എൻ്റെ മക്കൾ സന്തോഷത്തോടെ വിശ്വസിച്ച്, നിങ്ങൾ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളാണ്. വിശ്വാസം ഇരട്ടിയുള്ള ആൾക്കാരാണ്. നിങ്ങളെ പറഞ്ഞതാ. നിങ്ങളെ പറയാൻ എൻ്റെ കൈ കർത്താവിൻ്റെ കൈയാണെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൈയാണത്. നിങ്ങളുടെ ഉദര ഭാഗത്ത് രോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കുക. ഉദരഭാഗത്ത് രോഗമുള്ളവർ, ഒരു മക്കളും അച്ഛനിതൊക്കെ പ്രാർത്ഥിക്കുക മനസ്സിലുള്ളത്, ആരും ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ ഇടയാകരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവരുത്, ഉറക്കം പോകരുത്. അങ്ങനെ മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകരുതെന്നാണ് ഞാൻ അമ്മയുടെയൊക്കെ കണ്ണീരിട്ട് കർത്താവിനൊക്കെ എന്നും പ്രാർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പുതിയ പുതിയ മാർഗ്ഗങ്ങളൊക്കെ ദൈവം നമുക്ക് രഹസ്യങ്ങൾ പറഞ്ഞു തരണത്. ആ രഹസ്യങ്ങളാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഉദരരോഗമുള്ളവർ, അൾസറുള്ളവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, ഫെല്ലോപ്പിൻ ട്യൂബിന് ബ്ലോക്കുള്ളവർ, ട്യൂബിൽ ഗർഭിണികളാകുന്നവർ, ഒരു ട്യൂബ് നഷ്ടപ്പെട്ടവർ ഒക്കെ ഇപ്പോൾ ഉദരത്തിൽ ഇനി ഒരു ട്യൂബേ ഉള്ളെങ്കിൽ മതി മക്കളെ. 5 കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ആ ട്യൂബ് മതി കർത്താവിന്. നിങ്ങൾ കൈ അടിവയറ്റിൽ വെക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out your spirit. Touch with your fire finger. Soak with the precious blood. Lord, infuse His spirit. Lord, infuse His spirit of power and grace. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ജനം അങ്ങയുടെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച ഓരോ രോഗദുരിതങ്ങളുടെ മേൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ തിരിയട്ടെ. കഴുകണമേ തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉദരരോഗങ്ങൾ ഇനിയുമുണ്ട്. പിസ്റ്റുല രോഗങ്ങൾ, പിഷരോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ഗർഭാശയത്തിൽ കല്ല്, മൂത്രാശയത്തിൽ കല്ല്, മൂത്രമൊഴിക്കുമ്പോൾ വേദന, എരിച്ചിൽ, പുകച്ചിൽ, അവരെല്ലാം ഉദരത്തിൽ ഇപ്പോൾ കൈവെക്കേണ്ടതാണ്. ഗർഭാശയത്തിൽ മുഴകൾ, അണ്ടാശയത്തിൽ സിസ്റ്റുള്ളവർ ഒക്കെ കൈവെക്കുക. അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ട അനേകായിരങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്ന വിശുദ്ധ മണ്ണിൽ നിന്നെ എത്തിച്ചിരിക്കുന്നത് നിൻ്റെ കണ്ണുനീർ തുടക്കാനാണെന്നും നിൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീര് ഏറ്റെടുക്കാനാണെന്നുള്ളത് നീ തിരിച്ചറിവുണ്ടാവണം. ശ്രുതികട. ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit. The fire finger, soak with the precious blood. I command you in the name of Jesus Christ to be healed. യേശുവേ, 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 യേശുവേ. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവ് നൽകിയ സൗഖ്യം രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും. ശിരസ്സിന് രോഗമുള്ളവരെ നെറ്റിയിൽ കൈവെക്കട്ടെ. എന്നിട്ട് പറയണം, ഈ കൈകളെ വിശ്വാസത്താൽ ഈ കൈകൾ ഈശോൻ്റെ കൈകളാണെന്ന് പറയുക. ഈശോയെ, നിൻ്റെ കൈകളാണ് എൻ്റെ കൈകളെന്ന് ഞാൻ വിശ്വാസത്തെ പ്രഖ്യാപിക്കണമെന്ന് പറയുക. ഈശോയെ, എൻ്റെ നെറ്റിയിൽ വെച്ചിരിക്കുന്ന എൻ്റെ കൈകള് വിശ്വാസത്താൽ നിൻ്റെ കൈകളാകണമെന്ന് ഞാൻ സമർപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവർ, തലവേദന ഉള്ളവരും തലയിൽ ഞരമ്പ് കുരുങ്ങുന്നവരും ബ്ലഡ് രക്തോട്ടമില്ലാത്തൊരു നരമ്പ് ശോഷിച്ചവരും തലച്ചോറിന് ബ്ലോക്കുള്ളവരും നിങ്ങൾ അല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ ബന്ധുക്കൾ ആരും ആശുപത്രിയിലുണ്ടോ, നിങ്ങൾ അറിയാവുന്നവരാരെങ്കിലും ആശുപത്രിയിലുണ്ടോ, അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സമയമാണ്. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചാൽ അതിന് വലിയ ദൈവസ്നേഹം ആവശ്യമായത് കാരണം പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. പെൺകഴുത്തിൽ വേദനയുള്ളവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, കണ്ണ് കാണാൻ പാടില്ലാത്തവർ, മൂക്കിൽ ദശ വളരുന്നവർ, അഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ, തൊണ്ടയിൽ വേദനയുള്ളവർ, തലച്ചോറിന് മരയിപ്പുള്ളവർ, ഓർമ്മശക്തി ഇല്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ കർത്താവ് സ്പർശിക്കട്ടെ. കർത്താവേ, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. കർത്താവേ, ദൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. സാക്ഷ്യം പറയുമാറ് അഭിഷേകം ചൊല്ലി നന്ദി പറയുന്നു. ഹല്ലേലൂയ. വാഴ്ത്തിപ്പാടാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. കരങ്ങൾ ഉയർത്തി. ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകി. ഹല്ലേലൂയ. ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കും. മക്കളെ, കിഡ്നി രോഗികൾ അവരുടെ നടുവിന് താഴെ ഭാഗം കൈവെക്കേണ്ടതാണ്. അച്ഛൻ വെച്ചേക്കണ പോലെ നിങ്ങളുടെ ക്രിയാറ്റിന് ഇപ്പോൾ കർത്താവ് കുറച്ച് നോർമലാക്കുമെന്ന് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, power of the Spirit, I command you, in the name of Jesus Christ, to be healed. ഹല്ലേലൂയ. 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 കർത്താവേ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ സ്പർശിക്കുന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു. കർത്താവേ, ക്രിയാറ്റ് അളവ് കൂടിയത് മൂലം വേദന അനുഭവിക്കുന്ന മക്കളെ അങ്ങ് സ്പർശിക്കുന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. Praise the Lord. Praise the Lord. വീണ്ടും കൈകളെ ശ്വാസകോശത്തിൽ വെക്കുക. പങ്ക്രിയാസിന് അസുഖമുള്ളവരും കരളിന് അസുഖമുള്ളവരും നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കുക. ബിൽഡ്രൂമിനെ നോർമലാക്കാൻ വേണ്ടി മനസ്സിൽ കരുതുക. ശ്വാസകോശ രോഗികൾ, ഹൃദയത്തിന് അസുഖമുള്ളവർ, വലിയ ശ്വാസം മുട്ടൽ, ആസ്മ രോഗികൾ ഒക്കെ കൈകൾ വെക്കുക. വിശ്വാസത്തിൽ വെക്കുക. കർത്താവേ, എൻ്റെ കൈകളെ വിശ്വാസത്താൽ നിന്റെ കൈകളായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ശ്വാസകോശ രോഗികള്, ശ്വാസകോശ രോഗികള്, വലിവ് രോഗികള്, ആസ്മ അലർജി രോഗികള്, പിത്താശയത്തിൽ കല്ലുള്ളവര്, കരൾ രോഗികള്, ക്യാൻസർ രോഗികള്, യേശുനാമത്തിൽ യേശുനാമത്തില് യേശുനാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ശ്വാസകോശ രോഗികളെ സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. കരൾ രോഗികളെ സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. കർത്താവേ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങ് സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി.
ആമേൻ. ശ്രദ്ധയുള്ള പ്രാർത്ഥന ധനിക്കും രോഗിക്കു സൗഖ്യമാണ്. ഹല്ലേലൂയ. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ധനിക്കും രോഗിക്കു സൗഖ്യമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള രോഗങ്ങൾ പൂർണ്ണമായി സുഖപ്പെടാൻ വേണ്ടി കൈകൾ മുഴുവൻ കൈകൊണ്ട് പൊതിഞ്ഞ് ശരീരം കർത്താവിനെ ഏൽപ്പിക്കുക. സ്വസ്തിക പോലെ ഇങ്ങനെ കൈവെക്കണം. എന്നെ ശ്രവിക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ സമയത്ത് ആരാധന കൂടുന്നവരെല്ലാവരും അറിഞ്ഞ രോഗമോ അറിയാത്ത രോഗങ്ങളോ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തുന്ന സമയമാണ്. ശരീരം പൊതിഞ്ഞ് കർത്താവിനെ ഏൽപ്പിക്കുക. ഉദര രോഗങ്ങൾ, ഫിസ്റ്റ് രോഗങ്ങൾ, മുട്ടിൻ്റെ വേദനകൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥി ദ്രവിക്കൽ, വേണ്ടത് പൾസില്ലാത്ത രോഗങ്ങൾ, വാത രോഗങ്ങൾ, പലതരത്തിലുള്ള രക്തരോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, മുഴയുടെ രോഗങ്ങൾ, വേരിക്കോസ് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, കർത്താവ് ഞങ്ങൾക്ക് പേരറിയാൻ പാടില്ലാത്ത രോഗങ്ങൾ യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, തത്സമയം സൗഖ്യങ്ങൾ നൽകണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. കർത്താവിനെ സ്പർശിക്കുകയാണ്, കർത്താവിനെ സുഖപ്പെടുത്തുകയാണ്, നിനക്ക് അഭിഷേകം ചെയ്യുകയാണ്. അഭിഷേകമേ കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ചേർത്ത് പാടാം. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ദൈവകൃപ ആവശ്യമായ ഓരോ മണ്ഡലങ്ങളാണ്. ജീവിതം സമാധാനപൂർണമായി സ്വസ്ഥതയോടെ ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളുടെ പ്രതിസന്ധികൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവരെ, കിട്ടാത്തവര് അമ്മ ഇടപെടണമേ, മാധ്യസ്ഥം വഹിക്കണമേ. അത്ഭുതം അടയാളവും കാട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവരെ ഉപകരണമാക്കണമേ. കർത്താവേ, ജോലിയില്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവര്, ശമ്പളം കുടുങ്ങിപ്പോയവര്, മാസങ്ങളായി ശമ്പളം കിട്ടാത്തവര്, ഈശോയെ, വസ്തു വിൽക്കാത്തവര്, വസ്തു എടുക്കാൻ പറ്റാത്തവര്, ഭവനരഹിതര്, വഴി ഇല്ലാത്തവര്, പല പല ടെസ്റ്റുകള്, ഇന്റർവ്യൂകള് അറ്റൻഡ് ചെയ്തിരിക്കുന്നവര്, ഈശോയെ, ജോലി പ്രതീക്ഷിക്കുന്നവര്, ജോലി കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ പ്രത്യാശയായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരിടുന്നവര്, വിവാഹം താമസിക്കുന്നവര്, മക്കൾ ഇല്ലാത്തവര്, യാത്ര മുടങ്ങുന്നവര്, യേശുവിന്റെ നാമത്തില് ജീവിതത്തിന്റെ സകർവമാന തടസ്സങ്ങള്, സാമ്പത്തിക തകർച്ചകള്, സാമ്പത്തിക കടങ്ങള്, അത് വീട്ടാനുള്ള വഴികള്, മാനസിക രോഗങ്ങള്, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങള്, കേസുകള്, തർക്കങ്ങള്, വഴക്കുകള്, വിവാഹ മോചനങ്ങള്, അതിന്റെ കേസുകള് യേശു നാമത്തില് ദൈവിക ഇടപെടലുണ്ടാവട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും, വിവിധ നിയോഗങ്ങളുടെ മേലും, ഈ മക്കൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേല് കർത്താവിന്റെ കൃപ വർഷിക്കപ്പെടട്ടെ. കർത്താവിന്റെ സ്പർശനമുണ്ടാകട്ടെ, സൗഖ്യങ്ങളുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, നഷ്ടപ്പെട്ട ജോലികൾ തിരിച്ചു ലഭിക്കട്ടെ, മോചിക്കട്ടെ.
അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. ചേർന്ന് പാടാം. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചും ഉണ്ടായിരിക്കും. മക്കൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കേണ്ട സമയമാണ്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, മനസ്സമ്മതം, വിവാഹം, വ്യവഹാരങ്ങൾ എല്ലാത്തിൻ്റെയും സമയം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ആ സമയത്തിൽ ഇടപെടണമേ, ഞാൻ നിസ്സഹായയാണ്, ഞാൻ ഈ വിഷയത്തിൽ നിസ്സഹായനാണെന്നുള്ളത് കണ്ണീരോടെ പരിശുദ്ധ അമ്മ വഴി കരുത്തിനായി കർത്താവിനെ സമർപ്പിക്കുക. കേസിൻ്റെ ഡേറ്റുകൾ, സ്ഥലം വെക്കുന്ന ഡേറ്റുകൾ, പ്രമാണം ചെയ്യുന്ന ഡേറ്റുകൾ, യാത്രയുടെ ഡേറ്റുകൾ, തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഡേറ്റുകൾ, എംബസി ക്ലിയറൻസ്, വിസ ക്ലിയറൻസ്, PR വേണ്ടിയുള്ള നടപടികൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ, മക്കൾ ചെന്ന് പെട്ടിരിക്കുന്ന വിശ്വാസ പ്രതിസന്ധികളും തെറ്റായ ബന്ധങ്ങളും ഫിക്സും മാനസിക രോഗവും അപസ്മാരം പോലെയുള്ള എത്ര ക്ഷമിച്ചാലും പിന്നെയും ക്ഷമ കിട്ടാത്ത കുടുംബത്തിൻ്റെ വൈകാരിക സങ്കടങ്ങൾ ഒക്കെ സമർപ്പിക്കേണ്ട സമയമാണ്. ഇന്ന് അനേകം മക്കൾ ക്ഷമിക്കാൻ കഴിഞ്ഞു, സമാധാനമായി എന്ന് ഉടമ്പടി പ്രകാരം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദിവസം കൂടിയാണ്. ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ്. ഇപ്പോൾ കാറിൽ നീരിങ്ങനെ ഇറങ്ങി വന്ന് കണ്ണയ്ക്ക് ഇങ്ങനെ തങ്ങി നിൽക്കുന്ന രോഗിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശമുണ്ട്. കുനിഞ്ഞു നിന്ന് മുറ്റം തൂക്കാൻ പറ്റാത്ത കാരണം നീളമുള്ളൊരു വടിയെ ചുറ്റിയിട്ടുള്ള ചൂല് കൊണ്ട് നെടുവേ നിന്നാണ് മുറ്റം തൂക്കണ കുറേ നാളായിട്ട്. അത് അല്ല വിഷയം. അവിടെ നടുവിനുണ്ടാകുന്ന അസുഖങ്ങളെ ഇപ്പോൾ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ ആംഗിൾ ഭാഗങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈയെടുത്താൽ ഇതൊരു ആംഗിളാണ്, കഴുത്തൊരു ആംഗിളാണ്, കക്ഷം പൊക്കുകയും താത്തുകയും ചെയ്യുന്നൊരു ആംഗിളാണ്. അതുപോലെ തുടയുടെ ആംഗിളുകൾ, എവിടെയെല്ലാം ഇന്നെ നമുക്ക് ശരീരം ചലിപ്പിക്കാൻ പറ്റുന്നു അവിടെയെല്ലാം ആംഗിളാണ്. ആംഗിളിൻ്റെ ഉള്ളിൽ പലപ്പോഴും നീര് കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ മസിൽ റിജിഡാകുക, ബലപ്പെട്ട് വരിക, അതിൻ്റെ സൗഷ്ഠവം അനായാസം അത് നഷ്ടപ്പെടുക, ആ മേഖലയെല്ലാം കർത്താവിൻ്റെ ശക്തി പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോഴും സൗഖ്യം നൽകുന്ന സമയമാണ്. ശ്രുതികട ഹല്ലേലൂയ. സ്പർശിക്കുന്നതെന്ന് പറയുന്ന ജനത്തിൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നു. ഈ സൗഖ്യത്തിന് നടക്കുന്ന സമയത്ത് തന്നെ പിൻകഴുത്തിൽ 2 ഞരമ്പില്ലേ, നമ്മളുടെ പിൻകഴുത്തിൽ ഞരമ്പ് പെട്ടെന്ന് തലമിന്നി പിടിച്ചിട്ട് തലക്ക് പൊള്ളണ പോലെ തോന്നുന്ന രോഗമുണ്ട്. ഇത് രോഗമാണെന്ന് അച്ഛനെ അറിയത്തില്ല. പെട്ടെന്ന് ഈ പിൻകഴുത്തിൽ 2 ഞരമ്പുകൾ ചൂടായി പെട്ടെന്ന് മിന്നിയിട്ട് തല ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കും. ആ രോഗം കർത്താവ് ഇപ്പോഴും, പിൻകഴുത്തിലെ രോഗം കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തുന്നു. ശ്രുതികട ഹല്ലേലൂയ. സൗഖ്യം നൽകുന്നതെന്ന് പറയുന്ന കിഡ്നി രോഗം, വലതുവശത്തെ കിഡ്നി രോഗങ്ങളും ഇടതുവശത്ത് കിഡ്നിയില്ല, വലതുവശത്ത് ഉള്ളതിന് പഴുപ്പ് തട്ടിയിരിക്കുന്ന പോലെ എന്തോ ഒരു കളർ വ്യത്യാസം, അങ്ങനെ രോഗി ആശുപത്രിയിലുണ്ട്.
രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു കശുവണ്ടിയുടെ വലിപ്പത്തിൽ പ്രഗ്നൻ്റ് ആകും, പക്ഷേ സൈഗോട്ട് സിക്താണ്ടവെന്ന് പറയുന്ന സംഭവം ഒരു കശുവണ്ടി വലിപ്പത്തിലാകും. ദാറ്റ് മീൻസ് ഒരു 3 ആഴ്ചത്തെ വലിപ്പം അല്ലെങ്കിൽ 1 മാസത്തെ വലിപ്പം ഉണ്ടാവുമായിരിക്കും. അതിനുശേഷം പിന്നെ ബാബൂട്ടായി പോകും. 5 പ്രാവശ്യമൊക്കെ അങ്ങനെ സംഭവിച്ച് കാണും. ആ വ്യക്തിയെ ഇപ്പോൾ കർത്താവുടെ ഉദരത്തിൽ കർത്താവ് സ്പർശിക്കുന്നു. ഇനി അത് സംഭവിക്കത്തില്ല. ഇനി കർത്താവ് കുഞ്ഞിനെ തരും. ലോർഡ് ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ സൗഖ്യത്തിനോ നന്ദി പറയുന്നു. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.